എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ കുഞ്ഞൻ വീഡിയോയിലേക്ക് വലിയൊരു സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കൂട്ടുകാർക്കും എപ്പോഴും പറയുന്ന പോലെ ഒരുപാട് ഉപകാരപ്രദമാകുന്ന നല്ലൊരു വീഡിയോ ആണ് കേട്ടോ. മുടി സംരക്ഷണത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാൻ കാണല്ലേ. മുടിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നവരായിരിക്കും മിക്ക ആൾക്കാരും. താരനും ചൊറിച്ചിലും അകാലനരയും മുടി പൊഴിച്ചിലും മുടിയുടെ തുമ്പ് പൊട്ടുന്ന അവസ്ഥയ്ക്കെല്ലാം പരിഹാരം കിട്ടുന്ന നല്ലൊരു വീഡിയോ ആണ് കേട്ടോ. 30 വയസ്സിന് ശേഷം മുടിയെ സംരക്ഷിച്ചില്ലെങ്കിൽ ഒരുപാട് നമ്മൾ വിഷമിക്കേണ്ടതായിട്ട് വരും. മുടി ഒരുപാട് പൊഴിഞ്ഞു പോവുകയും പെട്ടെന്ന് മുടി നരയ്ക്കാനൊക്കെ ഒരുപാട് സാധ്യത കൂടുതലാണ്. മുടി നരയ്ക്കുക എന്ന് പറയുന്നത് ഇപ്പോൾ സർവ്വസാധാരണമാണല്ലോ. അന്നേരം ഒന്നോ രണ്ടോ മുടി നരയ്ക്കുമ്പോഴേ നമ്മൾ കെമിക്കൽ ഡൈകളെ ആശ്രയിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഫലമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്നതിലും അപ്പുറമാണ്. പെട്ടെന്ന് മുടി കറക്കുമെങ്കിലും കിളുത്ത് വരുന്ന മുടികൾ അതേപോലെ നരച്ച് വരികയും ചെയ്യും. നരയുടെ അളവ് കൂടുന്നതായിട്ടാണ് കാണപ്പെടുന്നത്. അതിനെല്ലാം പരിഹാരമായിട്ടുള്ള നല്ലൊരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. അതിന് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. കറ്റാർ വാഴ നമ്മുടെ വീട്ടുവളപ്പിൽ സുലഭമായിട്ടുള്ളതാണ്. മിക്ക വീടുകളിലും ഉള്ളതാണ്. ഫ്ലാറ്റിലാണെങ്കിൽ പോലും ഒരു മൂടെങ്കിലും നമ്മൾ നട്ടുപിടിപ്പിക്കാത്തതായിട്ടില്ല അല്ലേ. അന്നേരം ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുടെ കലവറയാണ്. പ്രത്യേകിച്ച് മുടി സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഒട്ടും പിന്നിലല്ലാത്തൊരു കാര്യമാണ് കറ്റാർ വാഴ. അതിന് ഞാൻ കറ്റാർ വാഴയുടെ 2 തണ്ട് കറ്റാർ വാഴ എടുക്കുന്നുണ്ട്. അത് നല്ലൊരു ഹെയർ ഡേയും നല്ലൊരു പാക്കുമാണ് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നത്. കറ്റാർ വാഴയെ വെച്ചിട്ട് നമ്മൾ ഇതിനു മുമ്പും ഒരുപാട് ഹെയർ ഡേയും പാക്കുകളും ഒക്കെ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ട് നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ഒരു ഹെയർ ഡേ ആണ് ആദ്യം പരിചയപ്പെടുത്തുന്നത്. അതിനുവേണ്ടി കറ്റാർ വാഴ ഇതുപോലെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ആ ഒരു കറ മാറ്റിയതിന് ശേഷം 2 സൈഡും അതിൻ്റെ ആ മുള്ളുകൾ മാറ്റിയെടുക്കണം. പിന്നെ നമ്മൾ എടുക്കുന്നത് മുടി സംരക്ഷണത്തെ കാര്യത്തിൽ ഒട്ടും പിന്നിലല്ലാത്ത കരിഞ്ജീരകവും ഉലുവയുമാണ് കേട്ടോ. അന്നേരം ആ ഒരു കറ്റാർ വാഴ ഇതുപോലെ നടുക്കൂടി ഇങ്ങനെ ഒന്ന് കത്തി വെച്ചിട്ട് ചെയ്തെടുക്കുക. മുടി പെട്ടെന്ന് നരയ്ക്കുന്നതിനും അമിതമായിട്ടുള്ള മുടി പൊഴിച്ചിലിനും താരനും മുടിയുടെ തുമ്പ് പൊട്ടുന്ന അവസ്ഥയ്ക്കും മുടി കിളിർത്ത് വരാതിരിക്കുന്ന അവസ്ഥയ്ക്കൊക്കെ തക്കതായിട്ടുള്ള കാരണങ്ങളുണ്ട്. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ്. അതിൻ്റെ കാരണങ്ങൾ കണ്ടെത്തി അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതിനോടൊപ്പം തന്നെ ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ വീട്ടിൽ തന്നെ ചെയ്യുകയാണെങ്കിൽ എല്ലാ കൂട്ടുകാർക്കും എപ്പോഴും പറയുന്ന പോലെ നല്ല 100% റിസൾട്ട് ഉറപ്പായിട്ട് കിട്ടും. കറ്റാർ വാഴ തണ്ട് ഇതുപോലെ എടുത്തതിന് ശേഷം നല്ല വലിയ തണ്ട് നോക്കി എടുക്കണം കേട്ടോ കറ്റാർ വാഴ. അതിലേക്ക് കരിഞ്ജീരകവും ഉലുവയും കൂടെ മിക്സ് ചെയ്തിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിനൊന്ന് നമ്മൾ മുളപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. നല്ല റിസൾട്ടാണ്. ഒന്നും കൂടെ ഇരട്ടി കിട്ടും ആ ഒരു റിസൾട്ട്. ഇന്നും നമ്മൾ ഡൈ ചെയ്യുന്നതിനെക്കാട്ടി ഒന്നും കൂടെ ഇരട്ടി കിട്ടും. അത്രയേറെ ഗുണകരമാണ് കേട്ടോ. യാതൊരു വിധമായ സൈഡ് എഫക്റ്റും ഇല്ലാതെ ഒരു നല്ല റിസൾട്ട് കിട്ടുന്നതാണ് നമ്മൾ എല്ലാ വീഡിയോയിലും ഉൾപ്പെടുത്തുന്നത്. നമ്മുടെ വീട്ടിൽ എപ്പോഴുമുള്ള ചേരുവകളാണ് ഇതിലെല്ലാം നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി ഇതൊന്ന് മുളച്ച് വരട്ടെ. ഒരു 3-4 ദിവസം എടുക്കും. 3 ദിവസം ആകുമ്പോഴത്തേന് ചെറുതായിട്ട് മുള പൊട്ടി വരും. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. വളരെ സിമ്പിളായിട്ടൊരു തേയിലവെള്ളമാണ് നമ്മൾ തയ്യാറാക്കുന്നത്. തേയിലവെള്ളം വെറുതെ നമ്മുടെ തലമുടി തേച്ചാലും നല്ല ഗുണകരമാണ്. കുറച്ചും കൂടി റിസൾട്ട് കിട്ടാൻ വേണ്ടി ഗ്രാമ്പൂവും കരിഞ്ജീരകവും ചേർക്കുന്നുണ്ട്. 1 ഗ്ലാസ് വെള്ളമാണെങ്കിൽ 1/2 ഗ്ലാസ് വെള്ളം ആക്കണം. 1 കപ്പാണെങ്കിൽ അതിൻ്റെ പകുതി ആ രീതിയിലാക്കണം. നല്ലപോലെ വറ്റിച്ചെടുക്കണം. അതിലേക്ക് തേയിലപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ വറ്റിച്ച് ഇതിനെ നമുക്കൊന്ന് അരിച്ചെടുത്ത് വെക്കാം. ഇനി നമുക്ക് ഡൈ തയ്യാറാക്കാൻ തുടങ്ങാം. ഒരു 3 ദിവസത്തിന് ശേഷം എടുത്തപ്പം നല്ല പോലെ ഉലുവ മുള പൊട്ടിയിട്ടുണ്ട്. കരിഞ്ജീരകം കുറച്ച് പാടാണ്. കുറച്ചും കൂടെ ദിവസം കാത്തിരിക്കണം. നമ്മളിപ്പോൾ 3 ദിവസമായപ്പം തന്നെ എടുത്തിട്ടുണ്ട്. അങ്ങുങ്ങാട്ട് കരിഞ്ജീരകവും മുള പൊട്ടി വന്നിട്ടുണ്ട്. അന്നേരം ഇത് വെച്ചിട്ടാണ് നമ്മൾ നല്ലൊരു ഡൈ തയ്യാറാക്കുന്നത്. നല്ല റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ. ഈ രീതിയിൽ നമുക്ക് ഈ ഒരു കറ്റാർ വാഴയും കരിഞ്ജീരകവും ഉലുവയും ഇങ്ങനെ മുളപ്പിച്ചിട്ട് നമുക്ക് ഇതിലേക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ട് നല്ലതായിട്ട് എണ്ണ കാച്ചിയാലും നല്ല റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ. മിക്സിയുടെ ചെറിയ ജാറിൽ ഇതിനെ നമുക്ക് 2 എണ്ണവും മൊത്തമായിട്ട് നമുക്ക് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഈ ഒരു കറ്റാർ വാഴയും കരിഞ്ജീരകവും ഉലുവയും ചേർത്തിട്ട് പല രീതിയിൽ നമുക്ക് ഡൈയോ പാക്കോ ഒക്കെ നമുക്ക് തയ്യാറാക്കാം. പക്ഷേ നമ്മൾ ഇതിലേക്ക് പനിക്കൂർക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട്. തുളസി ഇല ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. പിന്നെ മൈലാഞ്ചി ഇലയായിട്ടാണുള്ളത്, അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ മുമ്പേ അരിച്ചു വെച്ചതായിട്ടുള്ള തേയിലവെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ നല്ല പോലെ നമുക്ക് അരച്ചെടുക്കാം. ഇതിലേക്ക് തേയിലവെള്ളത്തിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പുളിച്ച കഞ്ഞിവെള്ളം ചേർത്ത് കൊടുക്കാം, ഉപ്പിടാത്തത്. നമ്മളിതിനെ നല്ലപോലെ അരച്ചിട്ട് ഇതിനെ നമുക്ക് അരിച്ചെടുക്കണം. എന്നിട്ടാണ് നമ്മൾ ഡൈ തയ്യാറാക്കുന്നത്. നമ്മൾ എടുക്കുന്ന ഓരോ ചേരുവയും ഒട്ടും പിന്നിലല്ല മുടി സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ. അകാലനര മാറ്റാനും മുടി തഴച്ച് വളരാനും നല്ല കറുപ്പോടെ നല്ല കരുത്തോടു കൂടി താരനൊക്കെ മാറി നമ്മുടെ മുടി വളരാൻ ഒരുപാട് ഉപകാരപ്രദമാകുന്ന കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓരോ ചേരുവയും അതിൻ്റെ ആരോഗ്യ ഗുണങ്ങളോ അല്ലെങ്കിൽ മുടി സംരക്ഷണത്തിൽ എത്രത്തോളം പ്രാധാന്യമുണ്ടെന്നുള്ള കാര്യമൊന്നും നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല. അതെല്ലാം കൂടി ഉൾപ്പെടുത്തി കഴിഞ്ഞ ഒരു വീഡിയോ വലിയൊരു വീഡിയോ ആയിപ്പോൾ അത് നമ്മളിത് അരിച്ചെടുത്തിട്ടുണ്ട്. ഇതിനെ നമ്മൾ ഇരുമ്പ് പാത്രം അടപ്പേ വെച്ച് അതിനെ ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേന് ഈ ഒരു നീര് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു നീര് ഉപയോഗിച്ചിട്ട് നമുക്ക് ചൂടാക്കാണ്ട് വേണമെങ്കിൽ ഡൈ തയ്യാറാക്കാം. പക്ഷേ ഈ രീതിയിൽ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ നല്ലൊരു കളറ് കിട്ടും. അന്നേരം ഇതൊന്ന് തിള വന്ന് കഴിയുമ്പം ഇതിലേക്ക് നമ്മൾ മൈലാഞ്ചി അരച്ചിട്ടുണ്ടല്ലോ,
അന്നേരം നമ്മൾ നെല്ലിക്കപ്പൊടിയാണ് ചേർക്കുന്നത്. ഇപ്പം നെല്ലിക്ക പൊടിയായിട്ടില്ലെങ്കിൽ നെല്ലിക്ക മൊത്തമായിട്ട് നമ്മൾ സാധാരണ നെല്ലിക്കയാണ്, പച്ചനെല്ലിക്ക ഉണ്ടെങ്കിൽ അത് അരച്ചതിൽ ചേർത്തിട്ട് വേണമെങ്കിൽ നമുക്ക് ഡൈ തയ്യാറാക്കാവുന്നതാണ്. ഇപ്പോൾ എൻ്റെ കയ്യിൽ നെല്ലിക്ക പൊടിയാണ് എടുക്കുന്നത്. എടുക്കുമ്പോൾ നല്ല കമ്പനി നോക്കി എടുക്കുക. എക്സ്പയറി ഡേറ്റ് കഴിയാത്ത പൊടികൾ വേണം നമ്മൾ ചേർക്കാനും വേണ്ടി. നമ്മളിപ്പം 1-2 സ്പൂണ് നെല്ലിക്കപ്പൊടി ചേർക്കാം. നമ്മുടെ മുടിയുടെ അളവനുസരിച്ച് വേണം ഇതിൽ ചേർക്കുന്ന ചേരുവകളിലെ മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി. ഇപ്പോൾ ഞാനൊരു 2 സ്പൂണ് നെല്ലിക്കപ്പൊടി ചേർത്തിട്ടുണ്ട്. നല്ല പോലെ ഒട്ടും തന്നെ കട്ട പിടിക്കാത്ത രീതിയിൽ നല്ല പോലെ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് വരുമ്പം തന്നെ നമുക്ക് കുറച്ച് തിക്കായിട്ട് വരും. കാരണം ഒരുപാടങ്ങ് വറ്റിക്കേണ്ട, ചെറുതായിട്ട് ഒന്ന് വേണം. ഒരുപാട് തിക്കും ആവരുത്, എന്നാൽ ഒരുപാട് ലൂസും ആവാത്ത രീതിയിൽ വേണം നമ്മൾ ഇതിനെ ഒന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടി. മൈലാഞ്ചി ഇലയായിട്ട് കിട്ടുന്നതാണ് കുറച്ചും കൂടെ നല്ല റിസൾട്ട് കിട്ടുന്നതെന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇലയല്ല, ഇപ്പോൾ പൊടിയാണ് കിട്ടുന്നതെങ്കിൽ അത് ചേർക്കുക. അന്നേരം നല്ലൊരു റിസൾട്ട് കിട്ടും കേട്ടോ. അന്നേരം ഇതിപ്പോൾ ഈ ഒരു രീതിയിലാകുമ്പോൾ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യുകയാണ്. ഒന്ന് നല്ലപോലെ തണുക്കട്ടെ. പിറ്റേ ദിവസം രാവിലെയാണ് നമ്മൾ തലയിൽ തേക്കാൻ എടുക്കുന്നത്. അന്നേരം ഒട്ടും സമയമില്ലാത്തവരാണെങ്കിൽ 6-7 മണിക്കൂറിന് ശേഷം നമുക്കിത് തലയോട്ടിലും തലമുടിയിലും മൊത്തമായിട്ട് തേച്ച് കൊടുക്കാം. ആ ഒരു സമയം കൊണ്ട് നമുക്ക് നല്ലൊരു പാക്ക് നിങ്ങളെ പരിചയപ്പെടുത്താം. ഒരു കറ്റാർവാഴ എടുത്തിട്ടുണ്ട്. അത് നമ്മൾ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഈ ഒരു പാക്കുകൾ ആഴ്ചയിൽ 1-2 തവണ, അതിൽ കൂടുതൽ ഉപയോഗിച്ചാലും നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. ഒരുപാട് പാക്കുകൾ നമ്മൾ എല്ലാ വീഡിയോയിലും പാക്കാണെങ്കിലും അല്ലെങ്കിൽ തലമുടി തേക്കുന്ന വെള്ളമാണെങ്കിലും എല്ലാം ഡൈയുടെ കൂട്ടത്തിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നല്ല റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ. ഏത് പ്രായക്കാർക്കും ഇത് ഉപയോഗിക്കാവുന്നതാണ്. അന്നേരം നമ്മൾ ഇതിലേക്ക് സവാള, കുഞ്ഞ് സവാളയാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എത്രത്തോളം നമ്മൾ എടുക്കുന്ന ഓരോ ചേരുവയും പ്രാധാന്യമുള്ളതാണ് നമ്മുടെ മുടി സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ എന്നുള്ളത് എല്ലാ കൂട്ടുകാർക്കും അറിയുന്നൊരു കാര്യമാണ്. അന്നേരം സവാളയും കൂടി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കറ്റാർവാഴ, സവാള. പിന്നെ ഇതിലേക്ക് നമ്മളിനി ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ചോറാണ് കേട്ടോ. ചോറൊക്കെ ചേർത്തിട്ട് നല്ലൊരു പാക്ക് തയ്യാറാക്കി ഒറ്റ യൂസിൽ നമ്മുടെ മുടിയുടെ നിലവിലുള്ള കട്ടി കുറച്ചും കൂടെ കട്ടി തോന്നുകയും നല്ല സിൽക്കി ആയിട്ട് നല്ല സ്മൂത്തായിട്ട് നമ്മുടെ മുടി കിടക്കും കേട്ടോ. അതിൻ്റെ കൂട്ടത്തിൽ ഈ വക ചേരുവകൾ കൂടി ചേർക്കുമ്പോൾ നല്ല റിസൾട്ടാണ്. ഒറ്റ യൂസ് നിങ്ങളത് ഒരുപാട് ഇഷ്ടപ്പെടുകയും ചെയ്യും. വീണ്ടും ഇങ്ങനത്തുള്ള പാക്കുകൾ നിങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യും. ഉറപ്പായിട്ടുള്ള കാര്യമാണ് കേട്ടോ. പിന്നെ പനിക്കുറുക്ക അല്ലെങ്കിൽ ഞവരയില, പിന്നെ നല്ല കട്ട തൈര്, അധികം പുളിയില്ലാത്ത തൈരാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. തൈര് മാത്രം, ഇതിൽ ഓരോ ചേരുവ തന്നെ മാത്രം ചേർത്താൽ നല്ല റിസൾട്ടാണ്. പിന്നെ നമ്മൾ കഞ്ഞിവെള്ളമാണ് ചേർക്കുന്നത് കേട്ടോ. വെറുതെ കഞ്ഞിവെള്ളം കുളിക്കുന്നതിന് 1/2 മണിക്കൂറോ 1 മണിക്കൂറോ തലയോട്ടിലും തലമുടിയും ചേർത്താൽ നല്ല റിസൾട്ടാണ്. ഇതിലുള്ള ഗുണങ്ങൾ എത്രത്തോളം ആരോഗ്യ ഗുണങ്ങളുണ്ട്, അത് എത്രത്തോളം നമ്മുടെ മുടി സംരക്ഷണത്തിൽ പ്രാധാന്യമുണ്ട് എന്നുള്ള കാര്യം ഞാൻ മുമ്പേ പറഞ്ഞ പോലെ എല്ലാ കൂട്ടുകാർക്കും അറിയുന്ന കാര്യമാണ്. അവിടെ നല്ല റിസൾട്ട് കിട്ടുന്ന നല്ലൊരു പാക്കാണ്. കുറച്ച് ലൂസായിപ്പോയി. കുളിക്കുന്നതിൻ്റെ 1/2 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ മുന്നേ അങ്ങ് ഒരുപാട് ഡ്രൈ ആവുന്നതിന് മുമ്പ് തലമുടി കഴുകണം. അന്നേരം ഒട്ടും തണുപ്പ് പറ്റത്തില്ല എന്നുള്ളവരാണെങ്കിൽ ഒരു 15 മിനിറ്റെങ്കിലും വെച്ചിട്ട് നോർമൽ വാട്ടറിൽ നല്ല പോലെ കഴുകി കളഞ്ഞാൽ മതി. ഒറ്റ യൂസിൽ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. ഏത് പ്രായക്കാർക്കും ഉപയോഗിക്കാം. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ എല്ലാ വീഡിയോയിലും പറയുന്നതാണ്, 30 വയസ്സിന് ശേഷം നമ്മുടെ മുടിയിൽ നമ്മൾ കാര്യമായിട്ട് ശ്രദ്ധിച്ചില്ലെങ്കിൽ നല്ല പോലെ മുടി പൊഴിഞ്ഞു പോവുകയും നിലവിലുള്ള മുടിയെ നമ്മൾ പണ്ടത്തെ പോലെ കാത്തു സൂക്ഷിക്കുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. നമ്മൾ ഒരുപാട് പാക്കുകളും അല്ലെങ്കിൽ മുടി നരയ്ക്കുമ്പോഴേ നല്ല ഡൈയും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചാൽ മാത്രമേ അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അന്നേരം ഞാൻ തലയോട്ടിയിലും തലമുടിയിലൊക്കെ തേക്കുന്നതിന് മുമ്പായിട്ട് ചെറുതായിട്ടൊന്ന് എണ്ണ ചൂടാക്കുകയാണ്. അല്ലെങ്കിൽ ചൂടായ പാത്രത്തിൽ എണ്ണ ഒന്ന് ഒഴിച്ചിട്ട് ചൂടാക്കിയിട്ട് തലയോട്ടിയിലും തലമുടിയിലും നല്ല പോലെ തേച്ച് കൊടുത്തിട്ട് നമ്മൾ ഈ ഒരു പാക്കിട്ട് കൊടുക്കുകയാണ്. നമ്മളുടെ കൈയുടെ തുമ്പ് കൊണ്ട്, വിരലിൻ്റെ തുമ്പ് കൊണ്ട് നല്ല പോലെ മസാജ് ചെയ്തിട്ട് വേണം നമ്മൾ പാക്കുകൾ ഉപയോഗിക്കേണ്ടത്. എണ്ണ തേക്കുമ്പോഴൊക്കെ നല്ലതായിട്ട് രക്തോട്ടം കൂടുകയും മുടി നല്ലതായിട്ട് വളരുകയും ചെയ്യും. അന്നേരം നമ്മുടെ തലമുടിയിൽ ഉണ്ടാകുന്ന മുടി നരയ്ക്കുന്നതിനുള്ള അവസ്ഥയ്ക്കും താരനും മുടിയുടെ തുമ്പ് പൊട്ടുന്ന അവസ്ഥയ്ക്കും അമിതമായിട്ടുള്ള മുടി പൊഴിച്ചിലിനൊക്കെ കാരണങ്ങൾ കണ്ടെത്തിയിട്ട് ഇതിനോടൊപ്പം ഇങ്ങനത്തുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ എല്ലാവർക്കും എപ്പോഴും പറയുന്ന പോലെ, ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ 100% റിസൾട്ട് ഉറപ്പായിട്ടും കിട്ടും. നമ്മുടെ പിറ്റേ ദിവസം ആയപ്പോഴത്തേനും ഡൈ ഇവിടെ തയ്യാറായിട്ടുണ്ട്. കുറച്ചൊന്ന് ഡ്രൈ ആയിപ്പോയി. അന്നേരം നമുക്കിതിലേക്ക് കഞ്ഞിവെള്ളം ഒഴിക്കാം, തേയിലവെള്ളം ഒഴിക്കാം. അതുമല്ലെങ്കിൽ അധികം പുളിയില്ലാത്ത തൈര് ഉപയോഗിച്ചാലും നല്ലതാണ് കേട്ടോ. അതിപ്പോൾ ഞാൻ തൈര് ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനി നമുക്ക് കുളിക്കുന്നതിൻ്റെ 1 മണിക്കൂർ മുന്നേ അല്ലെങ്കിൽ 1.5 മണിക്കൂർ മുന്നേ നമുക്ക് തേച്ച് കൊടുത്തിട്ട് നോർമൽ വാട്ടറിൽ കഴുകി കളഞ്ഞാൽ മതി. നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. മാസത്തിൽ 2-3 തവണ നമുക്ക് ഉപയോഗിക്കാം ധൈര്യമായിട്ട്. യാതൊരുവിധമായ സൈഡ് എഫക്റ്റും ഇല്ലാത്ത കാര്യങ്ങളാണ്. നമ്മൾ ഇപ്പോൾ ഈ ഒരു വീഡിയോ
കുറച്ചെങ്കിലും ആൾക്കാരിലോട്ട് എത്തുമ്പോഴത്തേനും ഒരുപാട് നെഗറ്റീവ് കമൻറ്റുകൾ വരും. നമ്മളന്നേരം ചിലതിനൊക്കെ റിപ്ലൈ കൊടുക്കും. കാരണം കെമിക്കൽ അടങ്ങിയിട്ടുള്ള ഡൈകൾ ഉപയോഗിക്കുന്നതിനേക്കാട്ടിൽ എത്രയോ നല്ലതാണ് നാച്ചുറലായിട്ട് നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന ഡൈകൾ. അതിൻ്റെ റിസൾട്ട് എന്നത്തേനും നിലനിൽക്കുകയും ചെയ്യും. ഞാൻ എപ്പോഴും പറയുന്ന പോലെ കാരണങ്ങൾ കണ്ടെത്തി അതിനോടൊപ്പം തന്നെ ട്രീറ്റ്മെൻറ്റ് എടുക്കുക. അതിനോടൊപ്പം ഇങ്ങനത്തെയുള്ള കാര്യങ്ങൾ നമ്മുടെ വീട്ടിലെപ്പോഴുമുള്ള ചേരുവകൾ ഉപയോഗിച്ചിട്ടുള്ള കാര്യങ്ങളോട് ചെയ്യുമ്പം എപ്പോഴും പറയുന്ന പോലെ എല്ലാ കൂട്ടുകാർക്കും നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. അന്നേരം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താനും മറക്കല്ലേ. അതുപോലെ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അന്നേരം എപ്പോഴും പറയുന്ന പോലെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇനിയും നല്ല നല്ല വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകളായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.